ഇത്തരത്തിൽ 50-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് കലാപകാരികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. എന്നിട്ടും അവർ പരമാവധി സംയമനം പാലിക്കാനാണ് ശ്രമിച്ചത്. ദില്ലിയിൽ നടന്ന CJPയുടെ പ്രതിഷേധത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ജിതിൻ കെ ജേക്കബ്. ദില്ലിയിൽ അരങ്ങേറിയ പ്രതിഷേധങ്ങളും തുടർന്നുണ്ടായ സംഘർഷാവസ്ഥയും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത നീക്കത്തിന്റെ ഭാഗമായിരുന്നു എന്ന വിലയിരുത്തലുകളുമുണ്ട്. ജിതിൻ കെ ജേക്കബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. പ്രധാന ലക്ഷ്യമൊഴിച്ച് ബാക്കിയെല്ലാം അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടന്നുവെങ്കിലും അവർ നിരാശയിലാണ്. അത് വെറും നിരാശയല്ല, കടുത്ത നിരാശ. പ്രധാന ലക്ഷ്യമായ രക്തസാക്ഷികളെ സൃഷ്ടിക്കൽ അതുമാത്രം നടന്നില്ല. സോനം വാങ്ചുക് എവിടെയുണ്ടോ അവിടെ കലാപം ഉറപ്പാണ് എന്ന് പലതവണ ഞാൻ പറഞ്ഞിരുന്നു. ലേഹിൽ കലാപമുണ്ടാക്കി 5 യുവാക്കളെ കൊലയ്ക്ക് കൊടുക്കാൻ അയാൾക്ക് കഴിഞ്ഞുവെങ്കിൽ ഡൽഹിയിൽ അതുമാത്രം നടന്നില്ല. ഡൽഹിയിൽ കലാപം തുടങ്ങിയപ്പോൾ തന്നെ നേതാക്കന്മാർ പതിവ് പോലെ സ്ഥലം വിട്ടു. പിന്നെ അവരെ കണ്ടത് ബർഗർ കിങ്ങിൽ ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. പുറത്ത് കലാപം, അകത്ത് ബർഗർ തീറ്റ. യഥാർത്ഥത്തിൽ ലക്ഷ്യം ലേഹിലേതുപോലെ കലാപം ഉണ്ടാക്കി ഒരു 10-20 രക്തസാക്ഷികളെ ഉണ്ടാക്കാനായിരുന്നു. ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് കയറി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന വീഡിയോകൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും. ഡൽഹി പോലീസ് സംയമനം പാലിച്ചതുകൊണ്ട് മാത്രം രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ പറ്റിയില്ല. ഇവറ്റകളെ അടിച്ചോടിക്കാൻ ഡൽഹി പോലീസിന് കഴിയില്ല എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഓർക്കണം, 50-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് കലാപകാരികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. എന്നിട്ടും അവർ പരമാവധി സംയമനം പാലിക്കാനാണ് ശ്രമിച്ചത്. അല്ലറ ചില്ലറ പൊട്ടലും ചീറ്റലും ഉണ്ടായി എന്നത് വേറെ കാര്യം. ഇനിയിപ്പോൾ ഇരവാദമിറക്കിയുള്ള കളിയാണ്. സ്വിച്ചിട്ട യന്ത്രം പോലെ സെലിബ്രിറ്റികൾ ഒരേ സമയം പോലീസ് ആക്രമണത്തിനെതിരെ ഒരേ സമയം പ്രതികരിച്ച് അവരുടെ റോൾ പതിവ് പോലെ ഓവറാക്കി ചളമാക്കി. എന്നാലും ചൂട് ഉരുളക്കിഴങ്ങ് വായിലിട്ട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നവളെയൊക്കെ രംഗത്തിറക്കേണ്ടി വന്ന നിങ്ങളുടെ ഗതികേട് കഷ്ടം തന്നെ. ഇത്രയും താഴ്ന്ന ലെവലിൽ പോകണമെങ്കിൽ ഫണ്ട് ഷോർട്ടേജ് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്രയൊക്കെ പണിയെടുത്തിട്ടും രക്തസാക്ഷികളെ ഉണ്ടാക്കാൻ പറ്റാത്ത സോനം വാങ്ചുക് നിങ്ങൾ ഇവിടെ പരാജയപ്പെട്ടു. രക്തസാക്ഷികളെ കിട്ടാത്തതിൽ അതിലും വലിയ ദുഃഖമുള്ള ഒരുത്തൻ അതിഭ്രമം ബാധിച്ചവനെ പോലെ വൈകിട്ട് പ്രധാനമന്ത്രിയുടെ വസതിക്കടുത്തുള്ള റോഡിൽ കാട്ടിക്കൂട്ടിയ പട്ടി ഷോയും നമ്മൾ കണ്ടു. ക്ലൈമാക്സിൽ ഈ മുന്നേറ്റത്തിന് രാഷ്ട്രീയമില്ല എന്ന് ആദ്യം പറഞ്ഞ പാർട്ടി നേതാക്കളും നിരാഹാര സമരത്തിലൂടെ പാർലമെന്റിനെ നിയമം പാസാക്കാൻ നിർബന്ധിക്കുന്നത് ജനാധിപത്യത്തിന് അപകടകരമായ മാതൃകയാണെന്ന് 2011 ഓഗസ്റ്റ് 26-ന് അണ്ണാ ഹസാരെയുടെ അനിശ്ചിതകാല നിരാഹാര സമരത്തെക്കുറിച്ച് പാർലമെന്റിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ രാഹുൽ ഗാന്ധിയും തുക്കടെ ഗ്യാങ്ങും കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളും എല്ലാം ഒരുമിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതങ്ങനെ വേണമല്ലോ വരാൻ. അതിൽ അത്ഭുതമൊന്നുമില്ല. ഇനിയിപ്പോൾ 5 കൊല്ലം കഴിയുമ്പോൾ മനോരമയിൽ 1-ാം പേജിൽ ഒരു വാർത്ത ഇങ്ങനെ വായിക്കാം. ഡൽഹിയിലെ ബർഗർ കലാപത്തിൽ അറസ്റ്റിലായി തീഹാർ ജയിലിൽ കഴിഞ്ഞ 5 കൊല്ലം ജാമ്യം പോലും കിട്ടാതെ കഴിയുന്നവരുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി വീണ്ടും തള്ളിയതിനെതിരെ മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.